വെൽക്കം ടു മൈ ചാനൽ ഫാരിഷാസ് കിച്ചൺ ആൻഡ് ക്യാൻവാസ്. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വൈറ്റ് വെജിറ്റബിൾ കുർമയാണ്. നമ്മുടെ കയ്യിൽ മിനിമം ഒരു 2 പച്ചക്കറികൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. എന്നും പറയുന്ന പോലെ തന്നെ സിമ്പിൾ എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ അതിൻ്റെതായ സമയമെടുക്കും. ക്യാപ്സിക്കം, സവാളയും, പൊട്ടാറ്റോ, കോളിഫ്ലവർ, റാഡിഷ്, ക്യാരറ്റ് ഇതെല്ലാമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ വെജിറ്റബിൾസും നന്നായി കഴുകി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് ഒട്ടും എരിവുള്ള ഒരു കറിയല്ല. അതുകൊണ്ട് ഇതിൽ എരിവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പച്ചമുളകിൻ്റെ അളവോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ അളവോ കൂടുതലായിട്ട് എടുത്താൽ മതി. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടി ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഓപ്ഷണലാണ്. ക്യാപ്സിക്കം ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും ഞാൻ കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു വിസിൽ വേവിച്ചെടുക്കുക, ഹൈ ഫ്ലെയിമിൽ. വിസിൽ അടിക്കണം എന്നില്ല, അടിക്കണതിൻ്റെ മുന്നേ തന്നെ ഓഫ് ചെയ്താൽ പച്ചക്കറികൾ വല്ലാണ്ട് വെന്തുടയുന്നതല്ല. ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ലാത്ത മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. ശേഷം ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുക. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി നന്നായി ഇളക്കി അതിന് നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴെന്ത് ചെയ്യുക, 1.5 കപ്പ് പാല് ചേർക്കുക. ഇത് നല്ല ഒരു കട്ടിയായിട്ടുള്ള ഒരു ഗ്രേവിയായി മാറിയാൽ ഇതിലോട്ട് ഉപ്പിടുക, കുരുമുളക് പൊടി ഇടാം, ഒറിഗാനോ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ ഗ്രേവി നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ തിക്കാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ പാൽ ചേർക്കാം. ഈ തിക്ക് ഗ്രേവിയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറി ചേർക്കാം. ഗാർണിഷ് ചെയ്യാനായി മല്ലിയില നമുക്ക് മുകളിൽ തൂവി കൊടുക്കാം. ചൂട് വറ്റിക്കൊണ്ടിരിക്കും തോറും കൂടുതൽ ഗ്രേവി തിക്കണ്ടാവുകയാണെങ്കിൽ ചൂടുവെള്ളമോ പാലോ പിന്നീട് ചേർക്കാം. ഈ ഗ്രേവിയിലോട്ട് ചിക്കൻ ക്യൂബ് ഇടുകയാണെങ്കിൽ ടേസ്റ്റിൻ്റെ കാര്യം വേറെ ലെവലാണ്. ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മിക്സഡ് ഡ്രൈഡ് ഹെർബ്സും അതുപോലെ ഉപ്പൊക്കെ ഉള്ള ഒരു മസാലപ്പൊടിയുണ്ട്. അത് ഞാൻ 1 ടീസ്പൂണ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ചേർക്കുമ്പോൾ ചിക്കൻ ക്യൂബിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാറുണ്ട്. ഈ പൊടി ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇതൊരു റിച്ച് ആയിട്ടുള്ള ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള പൊട്ടാറ്റോ, ക്യാരറ്റോ അല്ലെങ്കിൽ കായ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.